ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വന്നത് നമ്മുടെ ഡോഗ്സിനൊക്കെ രാവിലെ ഇങ്ങനത്തെ ഫുഡാണ് കൊടുക്കുന്നത്. ചിലർ വീട്ടിലെ ഫുഡ് തന്നെ കൊടുക്കും. ഞാൻ നേരത്തെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ രാവിലെ ഡോഗ് ഫുഡും, ഉച്ചയ്ക്ക് എന്തെങ്കിലും സ്കിപ്പായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും നോർമലായിട്ട് എന്തെങ്കിലും കൊടുക്കും. നൈറ്റ് കുഴിമന്തിയോ അല്ലെങ്കിൽ ചോറും ചിക്കനോ അങ്ങനെ ഐറ്റംസൊക്കെ ഞാൻ കൊടുക്കണം. അത് ഡിപ്പെൻസ് ഓൺ അങ്ങനെ ഇരിക്കും, ഏതാണ് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ആ രീതിയിൽ കൊടുക്കും. രാവിലെ ഇതുവരെ കൊടുക്കുന്നത് ഈ ഒരു പാക്കറ്റാണ്. കൊടുക്കുന്നത് രണ്ടും കഴിഞ്ഞ് ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് മാക്സിയുടെ അഡൽട്ട്. നമ്മൾ 2 ഡോസിന് ലാഭമല്ലേ മാക്സിയാണ് കൊടുക്കുന്നത്. ജെയിൻ്റെ അങ്ങനെ കൊടുക്കാൻ അവർ പറഞ്ഞ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ 4 കിലോത്തിന് 3,400 വരുന്നുണ്ട്. അതാണ് 4 കിലോ എന്ന് പറഞ്ഞാൽ 2 പേര് കൂടി 4 ദിവസത്തേക്ക് എത്തുന്നു. ഈ സൈസ് തോന്നാറുണ്ട് 4 ദിവസം കൊണ്ട് 3,400 തരും. അപ്പോൾ അതിന് ഒരു ബഡ്ജറ്റിൻ്റെ ആയിട്ടുള്ള എന്ന് പറഞ്ഞത് 2,499 ഒരു പാക്കറ്റ് കൊടുക്കുമ്പോൾ ഒരു പാക്കറ്റ് നമുക്ക് കിട്ടും. ഞാൻ ചിക്കൻ എടുത്ത് ഇത് മീറ്റ് എടുത്ത് ഇതിപ്പോൾ 2 ദിവസമായിട്ട് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. 2 ദിവസമായി കൊടുത്തിട്ട് യാതൊരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. വയറിളക്കം അങ്ങനത്തെ സംബന്ധിച്ചിട്ടൊന്നുമില്ല. നല്ല ഡൈജഷനും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് വീഡിയോ പട്ടിക്ക് കൊടുക്കുന്നതായിട്ട് കാണിക്കാം. കേട്ടിലാട്ടത് പറഞ്ഞത് നമുക്കിന്ന് ഡോഗ്സിന് കൊടുക്കാൻ കാണിക്കാം. ഓക്കെ, തുടച്ചവിടെ നല്ല പ്ലേറ്റിലാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി പ്ലേറ്റ് കൊടുത്തിട്ട് കാര്യമില്ല. നമുക്ക് നേരെ ടൊമാറ്റോ കൊടുക്കാം. വളരെ ക്വാണ്ടിറ്റിയാണ്. നീ പിന്നീടാ വാ ടേക്ക് ഞാൻ തന്നെ നീ അപ്പുറത്താണ് കൊടുത്തിട്ട് കാലം പറ്റി കാലം ഏകദേശം കളഞ്ഞ് കൊടുക്കാം. ഞാൻ വീഴുമ്പോൾ തന്നെ ഒരു 1/2 കിലോ ക്വാളിറ്റി വേണ്ടി ബോഡി വെയിറ്റ് അനുസരിച്ച് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു കണക്കുണ്ട് ആ രീതിയിലിട്ട് കൊടുക്കും. അമ്മമാരെ ഉള്ളത് ഇപ്പോൾ രാവിലത്തെ ഫുഡ് ഇങ്ങനെയാണ് കേട്ടോ. എൻ്റെ ഫുഡിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്, നാറ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. ആകുമ്പോൾ ഇല്ലെങ്കിൽ എൻ്റെ കാലിന് പ്രശ്നം ഉണ്ടാവില്ല. ഈ ടൈൽസിലൊക്കെ ഉണ്ടാവും, അത് മാറ്റ് പിടിച്ചിട്ടുണ്ട്. അവനും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഫോളോ ചെയ്ത് കുടിക്കും. അടുത്ത വീഡിയോയിൽ അടുത്ത ട്രിക്കുമായി കാണാം.